തിരുവനന്തപുരം മുതലപ്പൊഴി തുറമുഖ അഴിമുഖത്ത് വള്ളം മറിഞ്ഞ് തൊഴിലാളി മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടർ ആണ് മരിച്ചത്. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവെ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട വള്ളം തലകീഴായി മറിയുകയായിരുന്നു. വിക്ടറിനൊപ്പം വള്ളത്തിൽ ഉണ്ടായിരുന്ന മറ്റു 3 തൊഴിലാളികൾ രക്ഷപ്പെട്ടു. അഞ്ചുതെങ്ങ് സ്വദേശി ജോബോയുടെ ഉടമസ്ഥതയിൽ ഉള്ള ചിന്തധിര എന്ന വള്ളമാണ് മറിഞ്ഞത്. അഴിമുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ സഹായം ലഭിച്ചില്ല എന്ന് തൊഴിലാളികൾ ആരോപിച്ചു. 5:30 മണിക്ക് ശേഷം ചെറിയ വള്ളം പറഞ്ഞു. റെസ്ക്യൂ ബോട്ട് അവിടെ കിടപ്പുണ്ട്, മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ പാടത്തോണി. അതിന് വള്ളം പോയി റെസ്ക്യൂ വരാത്ത നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ട് വന്നതിന് ശേഷം വള്ളം ചോദിച്ചാൽ പറയുന്നത് അതിൽ എഞ്ചിൻ കംപ്ലൈന്റ് ആണെന്ന്. എഞ്ചിൻ കംപ്ലൈന്റ് ആയ സാധനം ഇവിടെ നിന്നിട്ടേക്കുന്നത് ഒന്ന്. രണ്ടാമത് വള്ളത്തിൽ ഒരു ഡ്രൈവർ മാത്രമേ ഉള്ളൂ. 2 ഡ്രൈവറാണതിന് ആ ഡ്രൈവറില്ലാതെയാണ് നടക്കുന്നത്. ഒരാൾ നടക്കുന്നത്. ഈ വള്ളം ഇത്രയും ആൾക്കാരെ എടുത്തിട്ട് റെസ്ക്യൂവിന് ഈ പകല് സംഭവിച്ചിട്ട് ഈ പടിഞ്ഞാറ് വരാൻ പറ്റാത്തവരെ പിന്നെ എന്തിനാണ് അവിടെ ഡ്രൈവറായിട്ട് ഇട്ടേക്കുന്നത്? ഒരാൾ നല്ല അടി കിട്ടി, രണ്ടാമത്തെ കടലിലൂടെ കിട്ടിയെന്നുണ്ടെങ്കിൽ ആൾ മരിച്ച് മരണപ്പെട്ടല്ലേ? ആര് കൊടുക്കും? ഇവര് കൊടുക്കൂ? ഇവിടെ നിരന്തരമായിട്ട് അപകടങ്ങൾ നടന്നിട്ടിരിക്കുകയാണ്. ഈ നിരന്തരം അപകടം നടന്നിരിക്കുമ്പോൾ ഈ റെസ്ക്യൂ ടീമുകൾ ജാഗ്രതയായിട്ട് നിൽക്കാനുള്ളതിന് വേണ്ടി അശ്രദ്ധയായിട്ടാണ് മൊത്തത്തിൽ അവിടെ നിൽക്കുന്നത്. ഒരു ശ്രദ്ധയില്ല അവർക്ക്. നല്ല രീതിക്ക് സ്വിമ്മിംഗ് പോലും അറിയാത്തവരാണ് ഇപ്പോൾ മൊത്തത്തിൽ കയറിയിരിക്കുന്നത്. എഞ്ചിൻ ഓടിക്കാൻ വേണ്ടി അത്ര കഴിവില്ലാത്ത ടീമുകളാണ് ഇപ്പോൾ അതിൽ കയറിയത്. ഒരു കടലിൽ വന്ന് അടച്ചു കഴിഞ്ഞിരുന്ന അങ്ങോട്ട് പോകാനും വരാനും പറ്റാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഡ്രൈവറായിട്ട് അവിടെ നിയമിച്ചിരിക്കുന്നത്. അതെന്താണെന്നുള്ള ഇത് നമുക്ക് കറക്റ്റായിട്ടുള്ള നടപടി കിട്ടണതിൽ. പുലർച്ചെ 1:30 നടന്ന അപകടത്തിലാണ് ഈ മത്സ്യത്തൊഴിലാളി മരണപ്പെട്ടത്. എങ്കിൽ രാവിലെ മറ്റൊരു അപകടം കൂടി ഉണ്ടായിരുന്നു. വള്ളത്തിലുണ്ടായിരുന്നവർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, ഇന്നിപ്പോൾ 2 അപകടങ്ങൾ ആണ് ഉണ്ടായിട്ടുള്ളത്. അതിലൊരു അപകടത്തിൽ മത്സ്യത്തൊഴിലാളി മരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? തുടർച്ചയായി മുതലപ്പൊഴിയിൽ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. പ്രത്യേകിച്ച് മറ്റൊരു മത്സ്യത്തൊഴിലാളിയുടെ പ്രതികരണം കൂടി നമ്മൾ കേട്ടു. അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഇടപെടൽ ഉണ്ടാകുന്നില്ല, പരിഹാര മാർഗങ്ങൾ ഇല്ല. ഈ അപകടമുണ്ടായാൽ രക്ഷാപ്രവർത്തനത്തിനുള്ള സംവിധാനം പോലും ഇല്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ ആക്ഷേപം. ഇന്ന് രാവിലെ ആണ് പുലർച്ചെ 1:30 അഴിമുഖത്ത് വള്ളം മറിഞ്ഞത്. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടർ ആണ് മരിച്ചത്. വി വിനോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിനോദ്, ഈ അപകടത്തെക്കുറിച്ച് എന്താണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്? തുടർച്ചയായ അപകടമുണ്ടാകുമ്പോൾ പരിഹാരമില്ല എന്ന ആക്ഷേപം അവർക്കുണ്ടല്ലോ. അഭിലാഷ്, ഒരു മരണം കൂടി മുതലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നു. നമ്മൾ തുടരെ അതായത് ആഴ്ചകളുടെ ഇടവേളകളിലാണ് ഇങ്ങനെ മരണം സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആദ്യത്തെ അപകടം സംഭവിച്ചത്. 2 അപകടങ്ങളാണ് അർദ്ധരാത്രിയും ഇന്ന് രാവിലെയുമായി 2 അപകടങ്ങളാണ് മുതലപ്പുഴയിൽ ഉണ്ടായത്. ഇതിൽ ആദ്യത്തെ അപകടത്തിലാണ് ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചത്. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറിനാണ് ജീവൻ നഷ്ടമായത്. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവെ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം തലകീഴായി മറിയുകയായിരുന്നു. ഈ വള്ളത്തിൽ തന്നെ മറ്റ് 3 തൊഴിലാളികൾ കൂടി ഉണ്ടായിരുന്നു. ഫ്രാൻസിസ്, സുരേഷ്, യേശുദാസ് ഇവർ നീന്തി രക്ഷപ്പെട്ടു. അഞ്ചുതെങ്ങ് സ്വദേശി ജോബോയുടെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ സമയത്ത് ഫിഷറീസ് ഗാർഡുകളും കോസ്റ്റൽ പോലീസും നടത്തിയ ഈ തെരച്ചിലിന് ഒടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പിന്നീട് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. 5:30 മണിയോടുകൂടിയായിരുന്നു രണ്ടാമത്തെ അപകടമുണ്ടായത്. അഞ്ചുതെങ്ങ് സ്വദേശി സ്റ്റാലിനാണ് ഈ അപകടത്തിൽപ്പെട്ടത്. മത്സ്യബന്ധനത്തിന് പോകുമ്പോഴായിരുന്നു ഈ തരത്തിൽ അപകടമുണ്ടായത്. സ്റ്റാലിൻ നീന്തി കരയ്ക്ക് കയറി. അങ്ങനെ 2 അപകടങ്ങൾ ഇന്ന് മാത്രം സംഭവിച്ചതാണ്. അത് അർദ്ധരാത്രിയും പുലർച്ചെയുമായി 2 അപകടങ്ങൾ. 2 ആഴ്ച മുൻപാണ് മറ്റൊരു അപകടത്തിൽ ഒരു മത്സ്യത്തൊഴിലാളിക്ക് ജീവൻ നഷ്ടമായത്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുതലപ്പൊഴി സന്ദർശിച്ചിരുന്നു. പല ഘട്ടങ്ങളിലായി പലവിധ ഉറപ്പുകൾ, അത് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഒക്കെയും ഇടപെടലുകളുണ്ടായി. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ അവിടെ പഠനം നടത്തുന്നതാണ്. ഏറ്റവും ഒടുവിൽ പോലും ഫിഷറീസ് മന്ത്രി നിയമസഭയിൽ മറുപടിയായി നൽകിയത് പഠനം നടത്തുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ. അദ്ദേഹം പറഞ്ഞത് പൂനെയിലെ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സെന്റർ അവരുടെ പഠനം പൂർത്തിയായിട്ടുണ്ട്. വടക്ക് ഭാഗത്തേക്ക് ഇതിന്റെ മത്സ്യബന്ധന ഹാർബറിന്റെ തുറപ്പ് വരുന്ന രീതിയിൽ, അതായത് പുറത്തേക്കും അകത്തേക്കും കയറുന്നതിനുള്ള ദിശ മാറ്റിക്കൊണ്ടുള്ള ഒരു പുതിയ നിർമ്മിതി, ആ തരത്തിലുള്ള പഠനം പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ നിർമ്മാണത്തിലേക്ക് പോകും എന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത്തരം പഠനങ്ങളും അതാണല്ലോ വിനോദ്, ഈ മുതലപ്പൊഴിയിൽ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നു. അത് തുടർച്ചയായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഒരു ഘട്ടത്തിൽ അവിടെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ
അത്തരം പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടോ? ഈ അല്പസമയം മുമ്പ് ഈ മത്സ്യത്തൊഴിലാളിയായ മറ്റൊരാളുടെ പ്രതികരണം തന്നെ കേട്ടിരുന്നു. വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. അവിടെ കൃത്യമായി സംവിധാനങ്ങളില്ല, അപകടത്തിൽപ്പെട്ടാൽ തന്നെ രക്ഷപ്പെടുത്താൻ ആളുകളില്ല, മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ സഹായം ലഭിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങൾ തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. അഭിലാഷ്, ഇത് നമ്മൾ തന്നെ അവിടെ പോയി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ അശാസ്ത്രീയ നിർമ്മാണം ഒഴിവാക്കുന്നതിന് ഒരു നടപടിയുമില്ല. 10 വർഷത്തിനിടെ ഇപ്പോൾ 70-ലധികം മരണങ്ങളായി. ഏതാണ്ട് 75ഓളം പേരാണ് 10 വർഷത്തിനിടെ മുതലപ്പുഴയിൽ അപകടത്തിൽ മരിക്കുന്നത്. അതായത് കേരളത്തിൽ ഇത്രയധികം തീരദേശ ജില്ലകൾ ഉണ്ടെങ്കിൽ പോലും ഒരു ജില്ലയിലും ഇങ്ങനെ ഈ ഒരു കാരണം കൊണ്ട്, അശാസ്ത്രീയ നിർമ്മാണം കൊണ്ട് മത്സ്യത്തൊഴിലാളികൾ മരിക്കുന്നില്ല. മറ്റ് എല്ലായിടത്തും മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകുന്നുണ്ട്. അവിടെ ഒന്നുമില്ലാത്ത പ്രശ്നമാണ് ഈ തിരുവനന്തപുരം ജില്ലയിലെ മുതലപ്പുഴയിൽ. തിരുവനന്തപുരത്ത് തന്നെ നിരവധി കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകൾ മത്സ്യബന്ധനത്തിന് പോകുന്നുണ്ട്. വലിയതുറയിൽ നിന്നും, ശംഖുമുഖത്ത് നിന്നും, വിഴിഞ്ഞത്ത് നിന്നും, പൂവാറിൽ നിന്നും, പുതിയതുറയിൽ നിന്നും, അങ്ങനെ ഒട്ടനവധി മത്സ്യബന്ധന ഗ്രാമങ്ങളും മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളും അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോകുന്ന ഇടങ്ങളുമൊക്കെയുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഈ അപകടം സംഭവിക്കുന്നില്ല. മറിച്ച് മുതലപ്പുഴയിൽ ഇങ്ങനെ തുടർച്ചയായി അപകടം സംഭവിക്കുന്നത് അശാസ്ത്രീയ നിർമ്മാണം ഒന്നുകൊണ്ട് മാത്രമാണ്. വീതി കുറഞ്ഞ പുഴിമുഖമാണ് ആ തരത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ പുലിമുട്ടുകളുടെ നിർമ്മാണം കടലിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ വീതി കുറഞ്ഞ കവാടമായി മാറുന്നു. അവിടെ തിര വരുമ്പോൾ ഈ വീതി കുറഞ്ഞ കവാടമായതുകൊണ്ട് തന്നെ 2 പുലിമുട്ടുകളിലായി തിര വന്നടിച്ച് ശക്തമായി ഉയരുന്നു. ഈ ഉയർന്ന തിരകളിൽപ്പെട്ടാണ് പലപ്പോഴും വള്ളങ്ങൾ മറയുന്നത്. അത് ഏതൊരു വ്യക്തിക്കും സാധാരണ നിലയിൽ അവിടെ പോയി നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് സാമാന്യ യുക്തിയിൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള നടപടികളാണ് വൈകുന്നത്. എത്രയോ പഠനങ്ങൾ ഇതിനകം നടന്നു. പക്ഷേ ശാശ്വത പരിഹാരം, പുലിമുട്ടിന്റെ അശാസ്ത്രീയത മാറ്റി അത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പഠന റിപ്പോർട്ടായി വന്നിട്ടുള്ളത് ഇപ്പോൾ ഉള്ള തരത്തിൽ, അതായത് പടിഞ്ഞാറേക്കാണ് ഇതിന്റെ കവാടം വരുന്നത്. ആ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഉള്ള കവാടം പുലിമുട്ട് കെട്ടി തിരിച്ച്, അതായത് ബ്രേക്ക് വാട്ടർ കുറച്ചുകൂടി നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോൾ നമ്മൾ കടലിലേക്ക് നോക്കുമ്പോൾ അവിടെ നിന്ന് വലത്തേക്ക് തിരിക്കുക, അതായത് വടക്ക് ഭാഗത്തേക്ക് ഇതിന്റെ കവാടം തിരിയും. അപ്പോൾ തിര ശക്തമായി വന്നടിക്കില്ല. തിര ഇല്ലാത്ത സമാന്തരമായി, തിരക്ക് സമാന്തരമായുള്ള കവാടം എന്ന നിലയ്ക്കാണ് പുലിമുട്ട് നിർമ്മിച്ച ആ തരത്തിലേക്ക് മാറ്റുക എന്ന ഏറ്റവും ഒടുവിലത്തെ ഒരു പഠന റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ അതിനു മുകളിലും ഈ വകുപ്പുകൾ അടയിരിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമാകുന്നു. ഇത് സാധാരണ നിലയിൽ ഉൾക്കടലിൽ പോയി അവിടെ എന്തെങ്കിലും അപകടം സംഭവിക്കുന്നതോ ഒന്നുമല്ല. കടലിലേക്ക് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഉണ്ടാകുന്ന ശക്തമായ തിരമാലകൾ അവിടെ പുലിമുട്ടുകളിൽ തലയടിച്ചും ശരീരഭാഗങ്ങൾ അങ്ങനെ പുലിമുട്ടുകളിൽ ചെന്ന് അടിച്ചുമാണ് ഈ മരണങ്ങൾ പലതും സംഭവിക്കുന്നത്. പുലിമുട്ടുകൾ, ടെട്രാപോഡുകൾ പലതും ഇടിഞ്ഞ് കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ മണ്ണ് അടിഞ്ഞു കൂടുന്നുണ്ട്. ഈ നിയന്ത്രണം വിടുന്ന വള്ളങ്ങൾ ഈ ഇടിഞ്ഞ് കടലിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന ടെട്രാപോഡുകളിലേക്ക് വന്ന് ഇടിക്കുകയും പുലിമുട്ടിന്റെ ഭാഗങ്ങളിലേക്ക് വന്ന് ഇടിക്കുകയും അവിടെ വലിയ അപകടങ്ങൾ, ജീവൻ നഷ്ടമാകുന്നു. അവരുടെ ജീവനോപാധി ലക്ഷങ്ങൾ, 20 ലക്ഷം 25 ലക്ഷം അതിന് മുകളിലൊക്കെ വിലയുള്ള ബോട്ടുകളുണ്ട്. ഈ ബോട്ടുകളെല്ലാം തന്നെ തകർന്നു പോകുന്ന അവസ്ഥ. അവർക്ക് ഒരു തരത്തിലും പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് തിരികെ കയറാൻ പറ്റാത്ത വിധത്തിലുള്ള സാമ്പത്തിക ബാധ്യതയിലേക്കോ അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് ആശ്രയം നഷ്ടമാകുന്ന തരത്തിൽ ജീവൻ പൊലിയുന്ന നിലയിലേക്കോ കാര്യങ്ങൾ പോകുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് സുരേഷ് ഗോപി അവിടെ എത്തിയത്. അദ്ദേഹത്തിന്റെ സന്ദർശനത്തിൽ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. ഏതായിരുന്നാലും സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ, അത് എന്നാണ് ഇനി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോവുക എന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ ഇന്ന് നിയമസഭയിലേക്ക് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധ മാർച്ച് ഉണ്ടാകുമെന്ന വിവരവും വരുന്നുണ്ട്. എന്തായാലും മുതലപ്പുഴയിൽ അപകടം ആവർത്തിക്കുകയാണ്. ഇന്ന് പുലർച്ചെയുണ്ടായ അപകടത്തിലും ഒരു മത്സ്യത്തൊഴിലാളിക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. വിനോദ് സൂചിപ്പിക്കുന്ന പോലെ ഒരു പക്ഷേ ഇന്ന് അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ശക്തമാകാനുള്ള സാധ്യത, നിയമസഭയിലേക്ക് മാർച്ച് അടക്കമുള്ള പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യതയും മുന്നിലുണ്ട്.